റൊമാൻസ് ആണല്ലേ? റൊമാൻസ് ഒന്നും അല്ല, കല്യാണത്തിന് മുമ്പുള്ള കിളിക്കൊഞ്ചല്. കേളിയോട്ടെന്നൊക്കെ പറയാം. മുത്തശ്ശനും മുത്തശ്ശിയും അമ്മാവനും ഇളയച്ചനും വളർത്തമ്മയൊക്കെ നിൽക്കുമ്പോഴാ അവളുടെ ഒരു ഇളക്കം. നളനും ദമയന്തി. നളനല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടാ വൈശാഖേ, എന്റെ പൊന്നളിയ, നീ മീനാക്ഷിയെ വിളിച്ചോണ്ട് പുറത്തേക്ക് എങ്ങനെ പോ. എന്നിട്ട് അവിടെ പോലും തമാശിക്കോ ചിരിക്കോ ഒക്കെ ആവാം. ആ പിന്നെ താലികെട്ട് കഴിഞ്ഞാലേ ലൈസൻസ് ആവുള്ളൂ. അക്കാര്യം ഓർമ്മിച്ചാ നിനക്ക് നല്ലത്. അല്ല, എനിക്ക് പറയാനുള്ളത്. മീനാക്ഷി വാ പറയട്ടെ. വാ. എന്തോ നീ കാണിക്കുന്നേ? നീ കരുതുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങളും. എല്ലാ സത്യങ്ങളും കേട്ടാലേ നിന്റെ ഈ തെറ്റിദ്ധാരണകളൊക്കെ അങ്ങ് മാറിക്കോളൂ. എനിക്കൊന്നും കേക്കണ്ട. പക്ഷേ നിന്റെ മുഖം മൂടി ഇന്ന് ഞാൻ പിച്ച് ചീന്തും. മാറി നിക്കട ബ്ലഡി ഫൂൾ. മീനാക്ഷി, എല്ലാം തകർന്നല്ലോ ദൈവമേ. ഇനി എന്ത് ചെയ്യും? അമ്മേ, അമ്മ വന്നേ. വാ. എന്താ മീനാക്ഷി, കാര്യം പറ. അമ്മ ഇവിടെ നിൽക്ക്, ഞാൻ കാര്യം പറയാം. എന്താ മോളെ, നീ കാര്യം തുറന്നു പറ. കാര്യങ്ങൾ നമ്മൾ കരുതുന്നതിനും അപ്പുറത്താ അമ്മേ. ഞാനതെങ്ങനെ അമ്മയോട് പറയുന്നുള്ള വിഷമത്തിലാ. മീനാക്ഷി, നീ കാര്യം പറ മോളെ. ഞാനത് അറിയണ്ടേ? എന്നോടത് പറയാതെ നിന്റെ മനസ്സിലെ ടെൻഷൻ മാറുമോ? മീനാക്ഷി. അമ്മേ, മൈഥിലി ചേച്ചിയും വൈശാഖും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. എന്ത് ബന്ധം? അരുതാത്ത എന്തോ ബന്ധം. മീനാക്ഷി. അതെ അമ്മേ, ഞാൻ പറയുന്നത് സത്യമാ. നീ ഈ പറയുന്നതിന്റെ ഗൗരവം നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടമ്മേ, ഇതെന്റെ സംശയമല്ല, സത്യമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ മുറിക്കകത്ത് നിന്ന് അവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. മോളെ, കാർത്തിയും എന്റെ മോന. അവന്റെ ഭാര്യയെക്കുറിച്ചാണ് നീ പറയുന്നത്. അറിഞ്ഞുകൊണ്ട് തന്നെ അമ്മ ഞാനീ പറയുന്നത്. കാർത്തി അമ്മയുടെ മോനാണെന്ന് കരുതി സത്യമല്ലാതാവോ? നീ അവരെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഒരിക്കലും സത്യം അങ്ങനെ ആവില്ല. അമ്മ വിശ്വസിച്ചേ പറ്റൂ. ഞാൻ പറയുന്നതാ സത്യം. അവൻ ഒരാളോട് പ്രേമമുണ്ടെന്ന് പറഞ്ഞത് എന്നോടാ. ആ പ്രേമം മറ്റാരോടും അല്ല, അത് മൈഥിലി ചേച്ചിയോടാ. മീനാക്ഷി, വേണ്ട.
ഒരു കാര്യവും അതിന്റെ സത്യാവസ്ഥ മുഴുവൻ അറിയാതെ മറ്റാരോടും പറയരുത്. സത്യം വേറൊന്നായിരിക്കും. കേൾക്കുന്നത് പലതും നമുക്ക് വിശ്വസിക്കാനാവില്ല. അമ്മേ, ഇത്തരം ഒരു കാര്യത്തിന് ഞാൻ കള്ളം പറയുവോ? നീ കള്ളം പറഞ്ഞു എന്നല്ല ഇതിനർത്ഥം. കേട്ടതിന്റെ കുഴപ്പം ആവാലോ. മൈഥിലി ചേച്ചി ACPയുടെ ഭാര്യ, അതുകൊണ്ട് അമ്മ വിശ്വസിക്കാത്തത്. മോളെ, നിനക്ക് പക്വത ഇപ്പോഴും കുറവാ. നീ ഈ പറഞ്ഞ കാര്യം സത്യമല്ലെങ്കിൽ അതിന്റെ പേരിൽ ഈ കുടുംബത്തിലുണ്ടാവുന്ന കൊടുങ്കാറ്റുകൾ എത്ര ഭീകരമായിരിക്കും എന്ന് അറിയോ നിനക്ക്? ഇത് സത്യമാണെങ്കിലും അതുണ്ടാവില്ല അമ്മേ. ഇതൊന്നും സത്യമാവില്ല. സത്യമാവരുത് എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഞാൻ. തൽക്കാലം നീ ടെൻഷൻ ആവാതെ നിൽക്ക. ഞാൻ വൈശാഖിനോട് ചോദിക്കാം. സത്യം എന്താന്ന് നമുക്ക് കണ്ടെത്താം. മോളെ, ഇന്ന് നല്ലൊരു ദിവസാ. ഇത് നല്ലൊരു ദിവസമാണെന്ന് അമ്മയ്ക്ക് പറയാം. പക്ഷെ എനിക്കങ്ങനെയല്ല, പല അർത്ഥത്തിലും. മോളെ, ദേ, നീ ഇപ്പൊ ഇതൊന്നും മറ്റാരോടും പറയാൻ നിൽക്കണ്ട. വലിയ പ്രശ്നമാവും. അമ്മ പറയുന്നൊന്ന് കേക്ക്. ഞാൻ വൈശാഖിനോട് സംസാരിക്കാം. സത്യം എന്താന്ന് കണ്ടെത്താം. ഇപ്പൊ നീ വാ. അത് രാജലക്ഷ്മി പറഞ്ഞത് കറക്റ്റാ. നിങ്ങൾ മാത്രം എന്തേ ചിരിക്കുന്നേ? നല്ല നല്ല തമാശകളാണെങ്കിൽ ഞങ്ങളോടും കൂടെ പറ. അത് തന്നെ. എന്നിട്ട് ഞങ്ങളും കൂടെ ചിരിക്കട്ടെ, അല്ലേ രാമേട്ട? പറ. നിങ്ങൾ അങ്ങനെ ചിരിക്കണ്ട. ഓ, ആ സാവിത്രി, എന്താ അമ്മേ? മാലതിയുടെ അച്ഛനും അമ്മയും പോയോ? ഇല്ലമ്മേ, അവരെല്ലാം മുറിക്കാത്തുണ്ട്. റെസ്റ്റ് എടുക്കുക. അല്ല, അവര് ഭാഗ്യവാന്മാരാ. ചെമ്പകമംഗലത്തേക്ക് ഒരു പെണ്ണിനെ തന്നു. പകരം ഇവിടുന്ന് മറ്റൊരു പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുപോന്നു. മാലതിയുടെ അച്ഛനും അമ്മയും വളരെ നല്ല മനുഷ്യരാണ്. കൊള്ളാം. കാശിനോട് ഇത്തിരി അത്യാർത്തി കൂടുതലാണെന്ന് മാത്രം. ആ അത് പോട്ടെ. പണത്തിനെ സ്നേഹിക്കുന്നവരെ ഞാൻ കുറ്റം പറയുന്നതല്ല. അങ്ങനെ തന്നെ വേണം. ശരിയാ. ആഹാ, ദേ കല്യാണ പെണ്ണ് വന്നല്ലോ. മുത്തച്ഛന്റെ മീനാക്ഷി കൊച്ച്. കല്യാണം മുടക്കാൻ എത്രമാത്രം പാര വെച്ചതെങ്ങ. ഇതിപ്പം മാലതിയുടെ ആങ്ങളയ്ക്ക് കിട്ടിയ ലോട്ടറിയായി. പൊട്ടന് ലോട്ടറി അടിച്ചെന്ന് കേട്ടിട്ടേ ഉള്ളൂ. എന്താ രണ്ടുപേരും കൂടി ഒരു രഹസ്യ സംഭാഷണം? ഒന്നുമില്ല അച്ഛാ. കല്യാണ നിശ്ചയ ചടങ്ങുകളെല്ലാം ഗംഭീരമായിട്ട് നടന്നു എന്ന് പറയുമായിരുന്നു. അല്ലേ രാമേട്ട? ചടങ്ങുകൾ ഗംഭീരമായി. ഇനി കല്യാണം എന്തിനു വൈകിപ്പിക്കുന്നു എന്നാ എന്റെ ചോദ്യം. കൈമളേട്ടൻ എന്തു പറയുന്നു? കല്യാണം വൈകിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ആ, ശുഭസ്യ ശീഘ്രം എന്നല്ലേ ആചാര്യമതം? അല്ല, കാർത്തി നന്ദിനി എന്തു പറയുന്നു? കല്യാണം ഉടനെ തന്നെ നടത്തുന്നതല്ലേ എല്ലാം കൊണ്ട് നല്ലത്. കല്യാണത്തിന് ഇനി താമസം വേണ്ടെന്നാ എന്റെ അഭിപ്രായം. നന്ദിനിക്കോ?
അത് നോക്കണ്ട. വീട്ടുകാർ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഒരു പെൺകുട്ടിയും നാളെ കല്യാണം നടത്തണ്ടെന്ന് പറയില്ല. അതാ കല്യാണ പെണ്ണിന്റെ മനഃശാസ്ത്രം. കല്യാണം കഴിഞ്ഞാലേ ആ രാഗി പറക്കുന്ന വൈശാഖിന്റെ കാര്യത്തില് ഒരു തീരുമാനമാവും. അവനെ ഇവൾ ഒതുക്കും. പണിക്കേഴ്സ് ഫാമിലി ഇവള് തകർക്കും. കളി ഇനി ഗ്യാലറിയിലിരുന്ന് കാണാം. ആ എല്ലാവരുടെ അഭിപ്രായം അതാ. അപ്പൊ പിന്നെ താമസിപ്പിക്കണ്ട അല്ലേ കൈമളേട്ടാ? ആ താമസിക്കണ്ട. ആ രാമഭദ്ര, ഓ എന്താ അമ്മേ? വേഗം ഒരു ജോത്സരെ വിളിക്ക്. കല്യാണത്തിന്റെ തീയതി കുറിപ്പിക്കണം. ആ ശരി അമ്മേ, ഞാൻ പോയി വിളിച്ചിട്ട് വരാം. ഇതാര് മീനാക്ഷി? വാ കേറി വാ. അല്ല നന്ദിനിയുടെ ഉണ്ടല്ലോ. ഞാൻ നിന്നോട് ലോഹ്യം കൂടാനൊന്നും വന്നതല്ല. എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. അതറിഞ്ഞിട്ട് ഞാൻ പോവും. അല്ല എന്താ മീനാക്ഷി ഇങ്ങനെ? നീ എന്നെ ഒരു വിട്ടിയാക്കുവാണോന്നാ ആദ്യം എനിക്ക് അറിയേണ്ടത്. വിഡ്ഢിയാക്ക്? ഞാനോ? എടീ നിന്നെയോ? നീ ഇതെന്തൊക്കെയാ വിളിച്ച് പറയുന്നേ? എനിക്കറിയേണ്ടത് സീരിയസ് ആയ ഒരു കാര്യമാണ്. അതെനിക്കറിയണം. നീ പറയണം. ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. എന്റെ മീനാക്ഷി, ഞാൻ നിന്നോട് ഒരു നുണയും പറയില്ല. നീ നുണകളുടെ ഒരു കലവറയാ. പേരും നുണകളുടെ കലവറ. നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ മഹാ തരികിടയാണെന്ന്. മീനാക്ഷി, എടോ മീനാക്ഷി, നീ എന്നോട് തെറ്റിദ്ധരിച്ചാ സംസാരിക്കുന്നേ. എനിക്കൊരു തെറ്റിദ്ധാരണകളും ഇല്ല. ശരിയായ ധാരണകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എനിക്ക് അറിയാവുന്നത് നിന്റെ നാവിൽ നിന്ന് തന്നെ എനിക്കറിയണം. നീ പറയണം. പറ, നീ മൈഥിലി ചേച്ചി തമ്മിൽ എന്താ ബന്ധം? അയ്യോ, മനസാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളെ കുറിച്ചൊന്നും ചോദ്യങ്ങൾ ചോദിക്കല്ലേ മീനാക്ഷി. മിണ്ടരുത് നീ. ഇനി നിന്റെ കള്ളത്തരങ്ങളൊന്നും എന്റെ മുന്നിൽ ചെലവാകില്ല. ഇത് എന്റെ കൂടി കുടുംബമാ. ചെമ്പകമംഗലത്തെ കുട്ടിയാ ഞാൻ. നിനക്ക് ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്റെ ഇളയച്ചന്റെ അളിയും മാത്രമാ നീ. മീനാക്ഷി, എന്റെ കുടുംബം തകരാനും തകർക്കാനും ഞാൻ സമ്മതിക്കില്ല. 10-18 കൊല്ലം മുൻപ് ഈ കുടുംബം ഒന്ന് തകർന്നു പോയതാ. അതിനുത്തരവാദി എന്റെ അമ്മയായിരുന്നു. അന്ന് ആഞ്ഞു വീശിയൊരു കൊടുങ്കാറ്റ് അതേ ശക്തിയോടെ ഇവിടെ വീണ്ടും ആഞ്ഞടിക്കാൻ പോവാ. അതിനുത്തരവാദി നീയാ. അത് നീയാണെന്ന് കൃത്യമായും തെളിഞ്ഞ നിന്നെ കൊല്ലുന്ന കൃത്യം ഞാനങ്ങ് ഏറ്റെടുക്കും. അതുകൊണ്ട് പറയ, നീ മൈഥിലി ചേച്ചി തമ്മിൽ എന്താ ബന്ധം? വൈശാഖ്, ഇത് ഈ കുടുംബത്തിന്റെ നിലനിൽപ്പിന്റെയും അന്തസ്സിന്റെയും പ്രശ്നം. ഈ കുടുംബം തകരാൻ ഞങ്ങൾ അനുവദിക്കില്ല. എന്റെ മകനാണ് കാർത്തിക്. അവന്റെ ഭാര്യയാണ് മൈഥിലി. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിൽ എനിക്ക് സ്വാഭാവികമായി ബുദ്ധിമുട്ടുണ്ട്. അതിലുപരി മനസ്സിലൊരിടുത്തി വീഴാൻ പോകുന്ന പോലെ പേടിയും. നീ സത്യം പറഞ്ഞേ പറ്റൂ. എന്റെ 2 മക്കളാണ് കാർത്തി മീനാക്ഷി. അവരുടെ ജീവിതം നീയായിട്ട് തകർക്കരുത്. അത് തകർക്കുന്നവരോട് ഞാൻ ക്ഷമിക്കില്ല. എന്റെ പൊന്നു മീനാക്ഷി, നന്ദിനിയേട്ടത്തി, നിങ്ങൾ അമ്മയും മകളും ഇത്ര വിഡ്ഢികളായി പോയല്ലോ.
ഹോ, ഇതുപോലത്തെ ഒരു ഗംഭീര തമാശ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല. മാർവാനീസിൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അല്ല, അവളുടെ പേരും മൈഥിലി എന്നായിരുന്നു. സംശയമുണ്ടെങ്കിൽ ദേ ഈ മൈഥിലിയോട് ചോദിക്കും. ആ മൈഥിലിയുടെ മുഴുവൻ പേര് മൈഥിലി നാരായണൻ. ഈ മൈഥിലിയുടെ പേര് മൈഥിലി രാകേഷ് മേനോൻ. എന്റെ എൻഗേജ്മെന്റ് നടക്കുന്ന വിവരം അറിഞ്ഞ് ആ മൈഥിലി എന്നെ വിളിച്ചു. ആ കാര്യം ഞാൻ ദേ ഇവിടുത്തെ മൈഥിലിയോട് പറയുമായിരുന്നു. ഇതാണ് ദൈവമേ സത്യം. ദൈവമേ മീനാക്ഷിയും എന്നെ തെറ്റിദ്ധരിക്കരുത്. ആ മൈഥിലിയെ എനിക്കും അറിയാം. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ. ആരൊക്കെ തെറ്റിദ്ധരിച്ചാലും ദൈവമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത്. കാരണം ദൈവമ്മ എനിക്ക് അമ്മ തന്നെയാ. പോട്ടെ മോളെ, ദൈവമ്മയോട് ക്ഷമിക്ക്. വാ മീനാക്ഷി. ആ വൈശാഖ്, നീയും ക്ഷമിച്ചേക്ക്. ആ പാവ അമ്മ അതിലങ്ങ് വീണു. പക്ഷെ എനിക്കിതത്ര വിശ്വാസം ആയിട്ടില്ല. മൈഥിലി, എടോ നീ ഇങ്ങനെ കരയാതെ. മൈഥിലി, മൈഥിലി, ഞാനില്ലേ നിന്റെ കൂടെ. ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല. നീ എൻ്റേതാ, എൻ്റേത് മാത്രം. ഈ ഭൂമിയിലെ ഒരു ശക്തിക്കും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. മാർവാനീസിൽ ഞാൻ പഠിക്കുമ്പോൾ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അല്ല, അവളുടെ പേരും മൈഥിലി എന്നായിരുന്നു. ആ മൈഥിലിയുടെ മുഴുവൻ പേര് മൈഥിലി നാരായണൻ. ഈ മൈഥിലിയുടെ പേര് മൈഥിലി രാകേഷ് മേനോൻ. എൻ്റെ എൻഗേജ്മെന്റ് നടക്കുന്ന വിവരം അറിഞ്ഞ് ആ മൈഥിലി എന്നെ വിളിച്ചു. ആ കാര്യം ഞാൻ ദേ ഇവിടുത്തെ മൈഥിലിയോട് പറയുമായിരുന്നു. ഇതാണ് ദൈവമേ സത്യം. ദൈവമേ മീനാക്ഷിയും എന്നെ തെറ്റിദ്ധരിക്കരുത്. ചടങ്ങുകൾ ഗംഭീരമായി. ഇനി കല്യാണം എന്തിനു വൈകിപ്പിക്കുന്നു എന്നാ എന്റെ ചോദ്യം. കൈമളേട്ടൻ എന്തു പറയുന്നു? കല്യാണം വൈകിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അല്ല, കാർത്തിയും നന്ദിനി എന്തു പറയുന്നു?
കല്യാണത്തിന് ഇനി താമസം വേണ്ടെന്നാ എൻ്റെ അഭിപ്രായം. എന്റെ മനസ്സിലുണ്ടായ സംശയങ്ങൾ ഞാനിനി അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ വിശ്വസിക്കില്ല. പക്ഷേ എന്താ ഈ വൈശാഖിന്റെ ഉദ്ദേശം? എനിക്കിത് അങ്ങോട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്നില്ല. എന്നെ അവൻ ട്രാപ്പിൽ പെടുത്തുകയാണോ? ഇത് കല്യാണത്തിലേക്കൊക്കെ പോയാ മീനാക്ഷി, എന്താ മോളെ? ഉറക്കം വരുന്നില്ലമ്മേ. ഉറക്കം വരുന്നില്ലേ? കിടക്കാൻ നേരത്തെ പ്രാർത്ഥിച്ച് മനസ്സ് സ്വസ്ഥാക്കി കിടക്കണം നമ്മ പറഞ്ഞിട്ടുള്ളതല്ലേ? പ്രാർത്ഥിച്ചാലൊന്നും ഈ അവസ്ഥയിൽ എന്റെ മനസ്സ് സ്വസ്ഥമാവില്ലമ്മേ. എന്താ ആലോചിക്കുന്നത്? എന്താ എന്റെ പൊന്നുമോളുടെ ടെൻഷൻ?